ഇന്നത്തെ കാലഘട്ടമൊക്കെ മുസ്ലിം പെൺകുട്ടികളുടെയൊക്കെ സ്വഭാവങ്ങളും അവരുടെ ആത്മഹത്യയൊക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊരു മാതൃകയായിട്ട് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ മഹദിയുടെ ചരിത്രം നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പടച്ച റബ്ബിൻ്റെ പരലോകം ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതി കഴിയുമ്പോൾ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എല്ലാവരും ഇങ്ങനെ എഴുന്നേറ്റ് വരും. അള്ളാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി ജനങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ പരലോകത്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള സർവ്വ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ അനുയായികളും എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ കോടതിയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരലോകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബിഅന്നഹു യൗമൽ ഖിയാമത്തി യുനാദിൽ മുനാദി മിൻ ഖിബലിൽ അർശ്. അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറയുന്നു, യാ മഅ്ശറൽ ജംഉ അല്ലൂ അബ്സാറകും. അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, മഅ്ശറയിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണ്ണുകളൊന്ന് ചിമ്മാൻ. അള്ളാഹുവിന്റെ പരലോകത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അർശിന്റെ ഭാഗത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറയുകയാണ്, അള്ളാന്റെ കോടതിയിൽ നിൽക്കുന്ന എല്ലാവരും അവരുടെ കണ്ണുകളും നടക്കാൻ, എല്ലാവരും അവരുടെ കണ്ണുകളും നടക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്. എന്തിനാണ് കണ്ണടയ്ക്കാൻ പറയുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ കോടതിയിൽ കോടാനുകോടി ജനങ്ങൾ, ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും എല്ലാ പ്രവാചകന്മാരും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുകയാണ്, യാ മഅ്ശറൽ ജംഇ അല്ലൂ അബ്സാറകും. എല്ലാവരും അവരുടെ കണ്ണുകളും നടക്കുവാൻ, അവരുടെ കണ്ണുകളും ചിമ്മുവാൻ. എന്തിനാ പറയുന്നത്? ഹത്താ തമുറു ഫാത്തിമ ബിൻത് മുഹമ്മദ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മുത്തുനബിയുടെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറയുകയാണ്. എന്തിന്? ഫാത്തിമാനെ കാണാതിരിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ കാണാതിരിക്കാൻ, ആ സ്വർഗത്തിന്റെ റാണിയെ മറ്റുള്ളവരെ കാണാതിരിക്കാൻ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അതാ മഹ്ശറയിൽ നിൽക്കുന്ന കോടാനുകോടി ജനങ്ങളോട് അവിടെ നിന്ന് കണ്ണടയ്ക്കാൻ വിളിച്ചു പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ ഒരൊറ്റ മഹത്വം മതി ഫാത്തിമയാരാണെന്ന് പഠിക്കാൻ. ഈ ഒരൊറ്റ മഹത്വം വേറെ ആർക്കാ പറയാൻ കഴിയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമയാരാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുമ്മിയതു ലി അന്നല്ലാഹ ഫാത്തമഹാ വഹജബഹാ അലന്നാർ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഫാത്തിമ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമകൾക്ക് ഫാത്തിമ എന്ന് പേരിടാനുള്ള കാരണം പറയുന്നത്, ആ പേരിന്റെ അർത്ഥമെന്തെന്നറിയുമോ? ആ പേരിന്റെ അർത്ഥമെന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഹജബഹാ അലന്നാർ. നരകത്തിന്റെ തീയിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവളാ.
എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് സംരക്ഷിക്കപ്പെട്ടവളാണ്. ഫാത്തിമ നരകത്തിൽ കിടക്കുന്ന പെണ്ണല്ല. അതുകൊണ്ടാണ് ഫാത്തിമ എന്ന് പേരിട്ടതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേരാണ് തന്റെ പൊന്നാര മകൾക്ക് ഫാത്തിമ എന്ന് പേരിടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഫാത്തിമാനെ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫാത്തിമാനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, എൻ്റെ മകള് ഫാത്തിമാനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ എന്ന മക്കൾക്ക് പേരിടുന്ന, പെൺകുട്ടികൾക്ക് പേരിടുന്ന എത്ര പേരാവുള്ളേ? നമ്മളിൽ പലർക്കും ഫാത്തിമ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം തന്നെ അറിയില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നരകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവളാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാ മഹാന്മാര് പറഞ്ഞത്, നിങ്ങളുടെ ആൺകുട്ടികൾക്ക് നിങ്ങൾ പേരിടുമ്പോൾ മുഹമ്മദ് എന്ന് ചേർത്തിടുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ചേർത്തിടുക മുഹമ്മദ്. പെൺകുട്ടികൾക്ക് പേരിടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടം, ഫാത്തിമത്തു ഖിത്അത്തു മിൻ കബദി, എന്റെ കരളിന്റെ കഷ്ടമെന്ന് മുത്തുനബി വിശേഷിപ്പിച്ച സ്വർഗത്തിന്റെ റാണിയാണ്, പെണ്ണുങ്ങളുടെ നേതാവായ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേരിടണമെന്ന് ആ മുത്തുനബി പഠിപ്പിച്ച്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേരായിടുക? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ പേരിൽ, ആ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ പൊന്നാര മകന് മുഹമ്മദ് എന്ന് പേരിട്ടാൽ അവൻ നാളെ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സലാത്ത് പറയാൻ തന്നെ വയ്യ, നമുക്ക് നബിദിനം പറയണം, സലാത്ത് പറയാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, തന്റെ മക്കൾക്ക് പേരിടുമ്പോ മുഹമ്മദ് എന്ന് പേരിട്, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പേരിടുമ്പോൾ മുഹമ്മദ് എന്ന് ചേർത്തിട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ചേർത്തിടാൻ പറഞ്ഞല്ലോ. മക്കൾക്ക് ഫാത്തിമ എന്ന് നമ്മൾ പേരിടുമ്പോ എങ്ങനെയാ, നമ്മളൊന്നും നോക്കാറില്ല. നമ്മൾ ഇന്ന് പേരിടുന്ന സമയത്ത്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് 2 പെൺകുട്ടികളുടെ പേരും 2 ആൺകുട്ടികളുടെ പേരും നേരത്തെ കാലത്തെ കണ്ടുവച്ചിരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല നല്ല പേരുകൾ നമ്മുടെ മക്കൾക്ക് ഇടാൻ കഴിയണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര്, പടച്ചറബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാ എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ കൂട്ടത്തിൽ അബ്ദുള്ള ആരും ഇല്ല, ഇല്ലപ്പാ ഷാജിക്ക? നമ്മുടെ കൂട്ടത്തിൽ അബ്ദുള്ള ആരും ഇല്ലല്ലോ. അപ്പൊ അബ്ദുള്ള എന്ന് പേരിടണം. അബ്ദുർ റഹ്മാൻ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരാണ് അബ്ദുർ റഹ്മാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മക്കൾക്ക് പേരിടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ, എത്രയോ പേരുകൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കാണാം. അർത്ഥമൊന്നും നോക്കണ്ട, ഖുർആനിൽ പേരുണ്ടോ ധൈര്യമായിട്ട് മക്കൾക്കിട്. പെൺകുട്ടികൾ അള്ളാഹു തന്ന നിധിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണോ കിട്ടിയത്, അവർ രക്ഷപ്പെട്ടെന്ന. നമ്മുടെ ഭാര്യ ആദ്യം പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ അള്ളാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെൺമക്കൾക്ക് ഫാത്തിമ എന്ന് പേരിടണം. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഫാത്തിമ എന്ന് നമ്മുടെ മക്കൾക്ക് പേരിട്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എൻ്റെ പൊന്നാര മകളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അത് എന്നെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ്. ഫാത്തിമാനെ നിങ്ങൾ ആരെങ്കിലും വെറുത്താൽ അത് എന്നെ വെറുക്കുന്നത് പോലെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഫാത്തിമ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളുണ്ടല്ലോ, നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവേ, പരലോകത്ത് നിൽക്കുന്നവർ മുഴുവനും കണ്ണടയ്ക്കുകയാണ്, ഒന്ന് കണ്ണ് ചിമ്മുകയാണ്. കാരണം ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകള് സ്വർഗത്തിന്റെ റാണിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടാനുള്ള കാരണമെന്താ? നമ്മുടെ ഭാര്യമാര്, നമ്മുടെ പെൺമക്കള്, നമ്മുടെ സഹോദരിമാര്, അവർക്കും നാളെ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകണമല്ലോ. അവരും നാളെ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകണമല്ലോ. ആഗ്രഹമുണ്ടോ നമുക്ക് നമ്മുടെ ഭാര്യമാര് സ്വർഗത്തിൽ പോകണമെന്നു, നമ്മുടെ പെൺമക്കള് സ്വർഗത്തിൽ പോകണമെന്നു, നമ്മുടെ സഹോദരിമാര് സ്വർഗത്തിൽ പോകണമെന്നു, നമ്മുടെ കുടുംബക്കാര് സ്വർഗത്തിൽ പോകണമെന്നു?
നമുക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക്, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് അതാ ഒരു പെണ്ണ് കടന്നു ചെല്ലുകയാണ്. ഖീല ലഹാ ഉദ്ഖുലുൽ ജന്നത മിൻ അബ്വാബിൽ ജന്ന. നാളെ ഒരു പെണ്ണിന് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഏതെങ്കിലും ഒരു പെണ്ണിന് 4 നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പെണ്ണിന് 4 നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അവൾക്ക് നാളെ സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിൽ കടക്കാമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മാത്രമല്ല, ഇനിയിപ്പോ എന്റെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ കൂടപ്പുറപ്പുകൾ, നമ്മുടെ കുടുംബക്കാർ, പെണ്ണുങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്ക് ഒരു പെണ്ണ്, 4 ഗുണങ്ങളുള്ള ഒരു പെണ്ണ്, 4 നല്ല കാര്യം ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പെണ്ണ് നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടിരിക്കും. അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടിരിക്കും. ഏതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ സഹോദരിമാർ, അള്ളാഹു അവർക്ക് അതിനുള്ള ഭാഗ്യം, നമുക്കും അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ 4 നല്ല ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്താ? 4 നല്ല ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹാ. മുത്തുനബി പറയുന്ന നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നു പോകാം. ആ പെണ്ണിന് വേണ്ട 4 ഗുണങ്ങളിൽ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? 5 വഖത്ത് നമസ്കരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഏത് പെണ്ണാണോ കൃത്യമായി നമസ്കരിക്കുന്നത് ആ പെണ്ണിന് നാളെ സ്വർഗത്തിലെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ പൊന്നാര മകളുടെ ചരിത്രം വായിച്ചു നോക്കൂ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടാൻ, ഇത്രയും വലിയ ഒരു സ്ഥാനം കിട്ടാൻ അതിനുള്ള കാരണം എന്തെന്നറിയുമോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ 5 വഖത്ത് ഫർള് നമസ്കരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് 5 വഖത്ത് ഫർള് നമസ്കരിച്ചതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം എന്നാണ്. സന്തോഷങ്ങൾ അധികമാകുമ്പോഴാണ് നമ്മൾ പലതും മറന്നു പോകുന്നത്. ഒരു പെണ്ണ് ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നവളാണ്. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ, ഏറ്റവും വലിയ സന്തോഷമുള്ള ദിനമെന്താണ്? ഒരു പെണ്ണിന്റെ വിവാഹത്തിന്റെ ദിവസമാണ്. ഒരു പെണ്ണിന്റെ വിവാഹത്തിന്റെ ദിവസമാണ്. അന്നാണല്ലോ പലതും മറന്നു പോകുന്നത്. അന്ന് ഫർള് പോലും നിസ്കരിക്കാൻ മറന്നു പോകുന്ന പെണ്ണുങ്ങളുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പഠിക്കണം പെങ്ങളെ. ഫാത്തിമ ബീബിയുടെ ചരിത്രം പഠിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ചു കൊടുത്തത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. പാവപ്പെട്ടവനായ അലിയാർ തങ്ങൾക്കാണ് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളും ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും കൂടെ കല്യാണം കഴിഞ്ഞിട്ട് 2 പേരും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. ഫാത്തിമ ബീവിയുടെ ആദ്യ രാത്രിയാണ്. ഏതൊരു പെണ്ണിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം കാണുന്ന, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിനമാണ് ആദ്യ രാത്രി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട്, അലിയാർ തങ്ങളെന്ന പുതിയ പളയായ ഭർത്താവിന്റെ കൈ പിടിച്ചുകൊണ്ട് മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. 2 പേരും വലിയ സന്തോഷത്തിലാണ്. കാരണം പടച്ചവനെ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയാണ്. അവരുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന രാത്രിയാണ്.
രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് കയറി. അലിയാര് തങ്ങളുടെ വീട്ടിലെ റൂമിന്റെ അകത്ത് കയറി. പടച്ചവനെ, രണ്ടുപേർക്കും വലിയ സന്തോഷമാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്നു. അലിയാര് തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഈ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കിന്റെ പ്രകാശമല്ലാതെ ഇനി മറ്റൊന്നുമില്ലല്ലോ. അവസാനം പടച്ചവനെ, പുതിയാപ്പള മണിയറയ്ക്കകത്തിരുന്നു കൊണ്ട് കത്തിച്ച് വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചം അങ്ങണയ്ക്കുകയാണ്. ആ വിളക്കങ്ങണയ്ക്കുകയാണ്. വീടിന്റെ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുളായി. ആ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നു. ഇരുട്ട് വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകളും മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്ത് പറ്റി ഫാത്തിമ, നീ എന്തിനാ കരയുന്നത്? എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഞാനൊരു പാവപ്പെട്ടവനായത് ഓർത്തിട്ടാണോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കുമ്പോ അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അലിയേ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ? എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അലിയേ, ഈ മണിയറയ്ക്കകത്ത് കത്തിച്ച് വെച്ചിരുന്ന വിളക്കങ്ങണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്തെന്നറിയുമോ? 6 അടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ. എന്നെ ഒരു ദിവസം 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് ജന്നത്തുൽ ബഖീൽ 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിഞ്ഞ് എല്ലാവരും എന്നെ കുഴിച്ചിട്ടിട്ട് പോകുന്ന ദിവസം അതിനകത്ത് ഇതിനേക്കാളും വലിയ ഇരുളാണല്ലോ. അതിനകത്തൊരു വെളിച്ചമില്ലല്ലോ. അല്ലാഹുവേ, എനിക്ക് ഖബർ ഓർമ്മ വന്നു, ഖബറിന്റെ ഇരുൾ ഓർമ്മ വന്നു. അത് ഓർത്തിട്ടാണ് കരയുന്നതെന്ന് പുതിയാപ്പളയോട് പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ച സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടെ മണിയറയ്ക്കകത്ത് കയറി വന്ന അലിയാര് തങ്ങളോ അല്ലാഹുവേ കരയുകയാണ്. പുതിയാപ്പളയോട് പലവാട്ടി പറഞ്ഞു കൊടുത്തത് ഖബറിനെ കുറിച്ചാ, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചാ, ഖബറിന്റെ ഇരുളിനെ കുറിച്ചാ, ഖബറിലെ അദാബുകളെ കുറിച്ചാ, ഖബറിന്റെ അകത്തെ തീയെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ, ഇന്ന് രാത്രി നമുക്ക് രണ്ടുപേർക്കും നിസ്കരിക്കാം. അല്ലാഹുവിനെ നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കാം. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് തൗബ ചെയ്യാം. എന്റെ പ്രിയമുള്ളവരെ, വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി പുതുമണവാട്ടിയും മണവാളനും കൂടെ മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. ഫർളല്ല നിസ്കരിച്ചത്, ഫർളല്ല നിസ്കരിച്ചത്, സുന്നത്ത് നമസ്കാരമാണ്. വെളുപ്പാങ്കാലത്ത് സുബഹിയുടെ ബാങ്ക് വിളി കേൾക്കുന്നത് വരെ പുതിയാപ്പളയും പുതിയ പെണ്ണും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് നമസ്കരിക്കുകയാണ്. രണ്ടുപേരും അതിനകത്തിരുന്ന് നിസ്കരിച്ചു. സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അലിയാര് തങ്ങൾ പള്ളിയിലേക്ക് സുബഹി നമസ്കരിക്കാൻ പോയി. അങ്ങനെ 1ാമത്തെ ദിവസം കഴിഞ്ഞു. 2ാമത്തെ ദിവസം പടച്ചവനെ വൈകുന്നേരമായി. അലിയാര് തങ്ങൾ മണിയറയ്ക്കകത്ത് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾ അന്നും മുസല്ല വിരിച്ചിട്ട് നിസ്കാരവാ. കല്യാണം കഴിഞ്ഞു. പുതിയാപ്പളയും പുതിയ പെണ്ണും. നമുക്ക് ഓർമ്മ ഒരു നിസ്കാരത്തിന്റെ കാര്യം, ഫറലൊക്കെ പോകട്ടെ, സുന്നത്തിന്റെ കാര്യം ഇവിടെ ഫറൽ തന്നെ ഓർക്കണില്ല. വിവാഹം കഴിഞ്ഞ് 1ാമത്തെ രാത്രി ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് ചെന്നപ്പോ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തു ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച് നിസ്കരിക്കാൻ. ഭാര്യയും ഭർത്താവും കൂടെ മുസല്ല വിരിച്ചിട്ട് വെളുപ്പാങ്കാലം വരെ ഇരുന്ന് നിസ്കരിച്ചു. നമ്മളോ പടച്ചവനെ, കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണും പുതിയാപ്പളയും കൂടെ മണിയറയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് ചോദിക്കും, നിനക്ക് വല്ല കാമുകൻ ഉണ്ടായിരുന്നോ? നീ അവന്റെങ്കിലും കൂടെ കറങ്ങാൻ പോയിരുന്നോ? എനിക്ക് 5 എണ്ണം ഉണ്ടായിരുന്നു, 10 എണ്ണം ഉണ്ടായിരുന്നു. ഇതാ ചർച്ച. അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ എല്ലാം കൂടെ എല്ലാവരും കല്യാണത്തിന് കിട്ടിയ സമ്മാനപ്പൊതി പൊട്ടിയിൽ ഇതൊക്കെയാ. എന്നാൽ അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളും അലിയാര് തങ്ങളും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ 1ാമത്തെ രാത്രി മുഴുവനും നിസ്കരിച്ചു. 2ാമത്തെ ദിവസം ഇശാ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നു. രണ്ടുപേരും അന്നത്തെ ദിവസവും നിസ്കാരം. എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിയായി എഴുന്നേറ്റ് പള്ളിയിൽ പോയി. 3ാമത്തെ ദിവസം വൈകുന്നേരം
ഇശാ കഴിഞ്ഞു. അന്നും വീട്ടിൽ വന്നിട്ട് ഫാത്തിമ ബീവിയും റസൂലുള്ളാഹിയുടെ പൊന്നാര മകളും അലിയാര് തങ്ങളും മണിയറയ്ക്കകത്ത് നിസ്കാരം തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സുന്നത്ത് നമസ്കാരങ്ങളോട് കാണിച്ചിരുന്ന ഒരു മഹബത്ത്. സാധാരണ കല്യാണത്തിന്റെ സന്തോഷമുണ്ടാകുന്ന ദിനങ്ങളിൽ ഫറദ് ബാക്കിയുള്ള സുന്നത്തുകളൊന്നും നമ്മൾ നിസ്കരിക്കാറില്ല, മറന്നുപോകും. പക്ഷെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസം നിസ്കാരം തന്നെ. 4-ാമത്തെ ദിവസം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാര്യം അറിഞ്ഞു. അള്ളാന്റെ റസൂല് 4-ാമത്തെ ദിവസം വൈകുന്നേരമായപ്പം, വൈകിട്ട് രാത്രി അള്ളാന്റെ റസൂല് പൊന്നാര മകളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കടന്നു വന്നിട്ട് രണ്ടുപേരോടും പറഞ്ഞു, ഇന്ന് നിസ്കാരമൊന്നും വേണ്ട. തന്റെ പൊന്നാര മകളെ വിളിച്ചു ഉപദേശിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബിക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, 2 എണ്ണവും കിടന്നുറങ്ങിക്കോ, ഇനി നിസ്കരിക്കണ്ട. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മളാണെങ്കിൽ ഒന്ന് ആലോചിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകൾ സുന്നത്ത് നമസ്കാരങ്ങളോട് കാണിച്ച ഒരു മഹബത്ത്, ഫർളിന്റെ കാര്യം പറയണ്ട, നമുക്ക് ആ ബന്ധം, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ സുന്നത്ത് നമസ്കാരത്തിനോട് കാണിച്ച മഹബത്ത് നമുക്ക് ഫർളിനോടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മാ അദിനല്ലാഹു ലിഅബ്ദിൻ ഫീ ശൈഇൻ അഫ്ളലു മിൻ റകഅതൈനി യുസല്ലിഹിമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന് 2 റകഅത്ത് നമസ്കരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ, ഒരു മനുഷ്യന് 2 റകഅത്ത് നമസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയാൽ അതിനേക്കാളും വലിയ ഒരു സൗഭാഗ്യമില്ലെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 2 റകഅത്ത് നമസ്കരിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയ അത് അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് ഫർളാകട്ടെ സുന്നത്താകട്ടെ, അള്ളാഹുവിന്റെ മുന്നിൽ ഒരു 2 റകഅത്ത് നിസ്കരിക്കാൻ അവസരം കിട്ടാന്ന് പറഞ്ഞാൽ അത് കോടിക്കണക്കിന് രൂപ കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ്. കാരണം അത് അള്ളാഹു നമുക്ക് തരുന്ന ഒരു ഭാഗ്യം. കാരണം എന്തേ, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഇന്നൽ ബിർറ ലയുദറു അലാ റഅസി അബ്ദി മാ ദാമ ഫീ സ്വലാത്തിഹി. ഒരാൾ നമസ്കരിക്കുന്നതിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവന്റെ തലയുടെ മുകളിലേക്ക് അല്ലാഹുവേ സൗഭാഗ്യങ്ങൾ, നന്മകൾ അല്ലാഹു വാരി വിതറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി 2 റകഅത്ത് നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ തലയുടെ മുകളിലേക്ക് അല്ലാഹു അനുഗ്രഹങ്ങളും നന്മകളും റഹ്മത്തും അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹു വാരി വിതറുകയാ. അവനെക്കാളും ഭാഗ്യവാൻ ആരാവുള്ളേ? അവനെക്കാളും ഒരു ഭാഗ്യവാൻ ആരാവുള്ളേ? എന്റെ പ്രിയമുള്ളവരെ, 2 റകഅത്ത് നമസ്കരിക്കാൻ അവസരം കിട്ടുന്നത് ലോകത്തെ നമുക്ക് ഈ ലോകം കിട്ടുന്നതിനേക്കാൾ, ഈ സർവ്വത് കിട്ടുന്നതിനേക്കാളും നമുക്ക് അള്ളാഹു ചെയ്തിരുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും മരത്തിന്റെ ഒരു ഉണക്കമരത്തിന്റെ ചുവട്ടിൽ വെച്ച് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, കുൽതു ലബൈക. അബൂദർ റളിയല്ലാഹു തആല അൻഹു അടുത്തേക്ക് വിളിച്ചു. അബൂദർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിച്ചു, ലബൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ഇന്നൽ അബ്ദൽ മുസ്ലിമ ലയുസല്ലി സലാത യുരീദു ബിഹാ വജ്ഹില്ലാ. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം 2 റകഅത്ത് നമസ്കരിച്ചാൽ, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം കരുതിയിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യന് 2 റകഅത്ത് നമസ്കരിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉണങ്ങി നിൽക്കുന്ന മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊഴിഞ്ഞു പോകുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഒരു മനുഷ്യൻ 2 റകഅത്ത് നമസ്കരിച്ചാൽ, ആ മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ ഉണങ്ങി നിൽക്കുന്ന ഒരു മരം, ആ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരങ്ങളോട് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ മോളെ, നീ നിസ്കരിക്കണം, ഫർള് നിസ്കരിക്കണം, സുന്നത്തുകൾ അധികമായി നിസ്കരിക്കണം. ഈ ഫർളിൽ ഉണ്ടാകുന്ന പിഴവുകൾ പരിഹരിക്കുന്നത് സുന്നത്ത് കൊണ്ടാണ്. അതുകൊണ്ട് സുന്നത്ത് നമസ്കരിക്കണം. അവിടുന്ന് പ്രവാചകൻ ഒരിക്കൽ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുത്തു, ഒരാടിനെ കറക്കുന്ന സമയം കൊണ്ടെങ്കിലും നീ തഹജ്ജുദ് നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഒരാടിനെ കറക്കുന്ന സമയം കൊണ്ടെങ്കിലും നീ തഹജ്ജുദ് നിസ്കരിക്കണം. നമ്മളിൽ എത്ര പേര് നിസ്കരിക്കാം? തഹജ്ജുദ് റമളാനിൽ ഇടയത്താഴം കഴിക്കാൻ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിക്കുമായിരുന്നു. ഈ പ്രാവശ്യത്തെ റമളാനൊക്കെ പിന്നെ ഇങ്ങനെ ആയിപ്പോയി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സഹോദര, പകല് പള്ളിയിൽ കയറി നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും? എടാ, ഈ പായിപ്പാട് പള്ളിയിൽ പകല് നിസ്കരിക്കാൻ ആരെ കൊണ്ടും പറ്റും? രാത്രി 2 മണിക്ക് നിസ്കരിക്കാൻ ആരെ കൊണ്ട് പറ്റൂ? അള്ളാഹു ഇഷ്ടപ്പെട്ടവനെ കൊണ്ടേ കഴിയൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. യഥാർത്ഥ വിശ്വാസികളുടെ അടയാളം പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് രാത്രി നിസ്കരിക്കുന്നവൻ. അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയായ യഥാർത്ഥ വിശ്വാസികളുടെ അടയാളം പറഞ്ഞപ്പോ അവർക്കുണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പോ അള്ളാഹ് എണ്ണി പറഞ്ഞ ഒരു കാര്യം എന്താ? അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമ എഴുന്നേറ്റ് രാത്രിയിൽ നിസ്കരിക്കുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നു. രാത്രിയിൽ എഴുന്നേറ്റ് 2 റക്അത്ത് ഫാത്തിമ ബീവിയും അലിയാര് നിങ്ങളും കല്യാണത്തിന്റെ ആദ്യ രാത്രി എഴുന്നേറ്റ് രാത്രി നിസ്കരിച്ചതിന്റെ കാരണം എന്തെന്നറിയുമോ? തഹജ്ജുദ് നിസ്കരിക്കുന്നവന് അള്ളാഹു 5 പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്ന് 5 പ്രതിഫലം. സുബഹിക്ക് ബാങ്ക് വിളിക്കണതിന് ഒരു 5 മിനിറ്റ് മുമ്പാണെങ്കിലും പ്രതിഫലം കിട്ടും. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിസ്കരിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് നമ്മുടെ മുൻഗാമികളായ അള്ളാഹു ഇഷ്ടപ്പെട്ടവർ, അള്ളാഹു ആദരിച്ചവരുടെ മുൻഗാമികളുടെ ഒരു പാതയാണത്. നമ്മുടെ മുൻഗാമികൾ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ, അവരുടെ ഒരു ഗുണമായിരുന്നു തഹജ്ജുദ് നിസ്കരിക്കുക. അപ്പൊ എല്ലാവർക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ നിസ്കരിക്കാൻ കഴിയൂ. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ അടയാളമാണ് അവൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അള്ളാഹു, നമ്മളൊക്കെ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് അള്ളാഹിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ അള്ളാഹ് നമ്മളെ തിരിച്ചിഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നതിൽ ആരാ രാത്രി എഴുന്നേൽക്കുക? 2 മണിക്കോ 3 മണിക്കോ 4 മണിക്കോ 4:45 4:50 ആരാണോ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കുന്നത് അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹുവ ഖുർബത്തുൽ ലക്കും, അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുന്ന നിസ്കാരമാ തഹജ്ജുദ്. അള്ളാഹുവിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവുമായിട്ട് റബ്ബിന്റെ ഒരു സാമീപ്യം ലഭിക്കാൻ, അള്ളാഹുവിന്റെ ഒരു സാമീപ്യവും സ്നേഹവും ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പവഴിയ രാത്രിയിലെ നിസ്കാരം. രാത്രി ഒന്ന് നിസ്കരിച്ചു നോക്ക്. ഇപ്പൊ ഈ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ നടക്കുന്നല്ലോ. അപ്പൊ ഒന്ന് രാത്രി എഴുന്നേറ്റിട്ട് ഖജാഞ്ചിയൊക്കെ നിസ്കരിച്ചു നോക്ക്. രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പടച്ചവനെ, പള്ളിയിൽ വന്നിട്ട് ളുഹർ നിസ്കരിക്കാവുന്ന നട്ടുച്ചയ്ക്ക് നിന്നാ നമുക്ക് ഇപ്പൊ എന്താ എല്ലാം ഓർമ്മ വരും. എന്നാ ശൗകത്തൊക്കെ രാത്രി ഒന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചു നോക്ക്. രാത്രി 3 മണിക്ക്, 3 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് നിന്നാ പടച്ചവനെ നമ്മളാണ് നിസ്കരിക്കണം. അത്രയും ഹൗഫാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തഹജ്ജുദ് നിസ്കാരം, ആ നിസ്കാരത്തിലൂടെ നമുക്ക് അള്ളാഹുവിന്റെ ഖുർബത്ത്, പടച്ചവനുമായിട്ട് നമുക്കൊരു സാമീപ്യം അടുക്കാൻ കഴിയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമഗ്ഫിറത്തുൽ ലിസ്സയ്യിആത്ത്, അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരും തഹജ്ജുദ് നിസ്കരിച്ച. രാത്രി കാലങ്ങളിലെ നമസ്കാരങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അതാ നമസ്കാരത്തിന്റെ മഹത്വമാണ്. നാലാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമൻ ഹാതാൻ, അല്ലാഹ് പാപങ്ങളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ തടയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പാപങ്ങൾ ചെയ്യാ പടച്ചോനെ, നമുക്ക് പല പാപങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഉസ്താദേ. പടച്ചോനെ, എത്ര പേര് നിർത്തണമെന്ന് വിചാരിച്ചിട്ടും സിനിമ കാണലും സീരിയൽ കാണലും ഈ കറക്കവും വിളിക്കൊക്കെ ഒന്ന് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. രാത്രി നിസ്കരിച്ചു നോക്ക്. രാത്രി എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് നിത്യമായി നിസ്കരിച്ചു നോക്ക്. പിന്നെ ഈ പാപം ചെയ്യാൻ നീ പോകുമ്പോ അള്ളാഹു നിനക്ക് സംരക്ഷണം തരും. അള്ളാഹു നിന്നെ അതിൽ നിന്ന് തടയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5-ാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അള്ളാന്റെ റസൂൽ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ വലിയ ഉയരങ്ങളിൽ കൊട്ടാരമുണ്ട്. അള്ളാന്റെ റസൂൽ പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ഉറഫൻ യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഞാൻ സ്വർഗ്ഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉയർന്ന ഭാഗങ്ങളിൽ വലിയ വലിയ കൊട്ടാരങ്ങൾ കണ്ടു.
അതാ പുറത്തു നിന്ന് നോക്കിയാൽ ഉൾഭാഗം കാണാം, ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയാൽ പുറംഭാഗം കാണാം. ഇങ്ങനെയുള്ള മനോഹരമായ കൊട്ടാരങ്ങൾ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, നബിയെ ആർക്കുള്ളതാ നബിയെ ഈ കൊട്ടാരം? ആർക്കുള്ളതാ നബിയെ ഈ കൊട്ടാരം? അള്ളാന്റെ റസൂൽ പറഞ്ഞു, വസല്ലാ ബില്ലൈലി വന്നാസു നിയാമ, ജനങ്ങളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയം എഴുന്നേറ്റ് പാതിരാത്രിയിൽ നമസ്കരിക്കുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫാത്തിമ ബീവിയെയും അലിയാർ തങ്ങളെ പോലെ നമ്മളാകണം. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ സുബഹിക്ക് മുമ്പെങ്കിലും എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് നമസ്കരിച്ച് ആ സുബഹിയെങ്കിലും ഫർളാക്കപ്പെട്ട നിസ്കാരമെങ്കിലും നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെമ്മക്കൾ, നമ്മുടെ സഹോദരിമാർ അവരെ കൊണ്ട് നമസ്കരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ 8 കവാടങ്ങളും തുറന്നിട്ടിരിക്കുന്നു. ഏതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു മരിക്കുന്ന ദിവസം വരെ 5 നേരം കൃത്യമായി നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ നിസ്കാരത്തെ കുറിച്ച് വിശദീകരിച്ച് സമയം കളയണില്ല. കാരണം എല്ലാ നിസ്കാരം തന്നെ, ഏത് വാഴ നോക്കിയാലും നിസ്കാരം തന്നെ. അപ്പൊ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വസാമ ശഹറഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച റമളാൻ മാസം, ആ റമളാൻ മാസത്തിലെ ഫർളാക്കപ്പെട്ട നോമ്പ് പിടിക്കുന്ന പെണ്ണ്, ആ പെണ്ണ് നാളെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടിരിക്കും. ഏതിലൂടെ വേണമെങ്കിലും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഫർള് നോമ്പിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട, സുന്നത്ത് നോമ്പുകളെ കുറിച്ച് ചിന്തിക്ക്. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമകള് സുന്നത്ത് നോമ്പിനോട് കാണിച്ചിരുന്ന ആ ഒരു സുന്നത്ത് നോമ്പിനോട് കാണിച്ചിരുന്ന ആത്മാർത്ഥത എന്താ? എന്തിന്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഫാത്തിമ ബീവിയുടെ നോമ്പിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നോമ്പിനെ കുറിച്ച്, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും അവിടുത്തെ ചരിത്രം നോക്ക്. ഒരിക്കൽ അവിടെ നിന്ന് പനി വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മക്കൾക്ക് പനി വന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പനി വന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ നോമ്പ് പിടിക്കാൻ നേർച്ച ചെയ്തു അത്രേ. അവിടെ നിന്ന് തന്റെ പൊന്നാര മക്കളെ പനി മാറുന്നതിന് വേണ്ടി കുടുംബസമേതം നോമ്പ് പിടിക്കാമെന്ന് പറഞ്ഞു നേർച്ച ചെയ്തു. അങ്ങനെ ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും 2 മക്കളും നോമ്പ് പിടിച്ചു. 1ാമത്തെ ദിവസമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു നോമ്പ് പിടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും അലിയാര് തങ്ങളും 2 മക്കളും നോമ്പ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 ചപ്പാത്തിയാണെന്ന് വീട്ടിലുണ്ടായിരുന്നത്. 4 റൊട്ടി കഷ്ടമുണ്ടാക്കി. അവസാനം നോമ്പ് മുറിക്കാൻ സമയമായി. നോമ്പ് മുറിക്കുന്നതിന്റെ സമയം ഇങ്ങനെ അടുത്തു വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിലേക്ക് അതാ ഒരു മനുഷ്യന് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ. എന്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് തുറക്കാൻ സമയമായി. ആ വൈകുന്നേര സമയമായപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യന് കടന്നു വരുന്നു. യാ അഹ്ല ബൈത്ത് റസൂലില്ലാഹ് അഈനൂനി. ഒരു പാവപ്പെട്ട മിസ്കീനായ മനുഷ്യൻ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്ക് കഴിക്കാനൊന്നുമില്ല, അതുകൊണ്ട് എന്തെങ്കിലും തന്നെ സഹായിക്കണേ എന്ന് രാവിലെ മുതൽ പ്രഭാതം വരെ പ്രദോഷം വരെ നോമ്പ് പിടിച്ച് ആ നോമ്പ് മുറിക്കാനിരിക്കുന്ന അവസാന സമയത്ത് വന്നിട്ട് ചോദിക്കുമ്പോ വീടിന്റെ അകത്ത് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന 4 ചപ്പാത്തി എടുത്തിട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ആ മിസ്കീനായ മനുഷ്യന് കൊടുത്തു.
അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ 2 മക്കൾ ഇങ്ങനെ നോക്കിയിരിക്കുക. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ, രണ്ടുപേരും ചെറിയ കുട്ടികളാ. അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുക. നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ചിരുന്ന 3-4 ചപ്പാത്തി എടുത്തിട്ട് ഉമ്മാ ആ പാവപ്പെട്ടവന് കൊടുത്തു വിട്ടു. ആ മനുഷ്യൻ അതുമായി സന്തോഷത്തോടെ പോയി. അന്നവർ പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു. രാത്രി കഴിക്കാനൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം രാവിലെ പച്ചവെള്ളവും കാരക്കയും തിന്നിട്ട് വീണ്ടും നോമ്പ് പിടിച്ചു. 2ാമത്തെ ദിവസവും നോമ്പ് പിടിച്ചു. അന്നുണ്ടായിരുന്ന അലിയാര് തങ്ങൾ അവിടെ നിന്ന് കച്ചവടം കഴിഞ്ഞ് കിട്ടി അത് ബാക്കിയുണ്ടായിരുന്ന മാവ് കൊണ്ടുവന്നിട്ട് 4 റൊട്ടി ഉണ്ടാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നും വൈകുന്നേര സമയം നിങ്ങൾ ചിന്തിക്കണം, തലേ ദിവസം നോമ്പ് മുറിക്കാനൊന്നുമില്ല, നോമ്പ് പിടിക്കാനൊന്നുമില്ല. അവസാനം 2ാമത്തെ ദിവസം നോമ്പ് പിടിച്ചു. നോമ്പ് മുറിക്കാൻ സമയമായപ്പോ 4 ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് കടന്നു വരുന്നത് യതീമായ ഒരാൾ. വീടിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ, യാ അഹ്ലു ബൈത്തി റസൂലില്ലാഹ് അഈനുനി. 2ാമത്തെ ദിവസം ഒരു യതീമായ ഒരു കുട്ടി കടന്നു വന്ന് ഒരാൾ വന്നിട്ട് പറയുന്നു, ഞാൻ യതീമാ, കഴിക്കാൻ ഭക്ഷണമില്ല, എന്നെ ഒന്ന് സഹായിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ സഹായിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, പടച്ചവനെ, ആഗ്രഹത്തോടുകൂടി ഭക്ഷണത്തിലേക്ക് നോക്കിയിരുന്ന മക്കളുടെ മുന്നിൽ നിന്ന് 4 ചപ്പാത്തിയും എടുത്ത് 2ാമത്തെ ദിവസവും ആ യതീമായ മനുഷ്യന് സദഖ കൊടുത്തു. 2ാമത്തെ ദിവസവും പട്ടിണി. 2ാമത്തെ ദിവസവും പട്ടിണി. പച്ചവെള്ളം കുടിച്ചിട്ട് നോമ്പ് മുറിച്ചു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3ാമത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരുന്നു. അന്തമുണ്ടായിരുന്ന മാവെടുത്ത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. കാരണം വീട്ടിലൊന്നുമില്ല. അലിയാര് തങ്ങൾ രാവിലെ പോയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് കിട്ടുന്നത് കൊണ്ടാ. 3ാമത്തെ ദിവസവും ചപ്പാത്തി ഉണ്ടാക്കി തിന്നാൻ സമയമായപ്പോ, നോമ്പ് മുറിക്കാൻ സമയമായപ്പോ 3ാമത്തെ ദിവസവും വീടിന്റെ മുന്നിൽ വന്നു അസീറ. പടച്ചവനെ, ജയിൽമോചിതനായ ഒരു മനുഷ്യനാ, പാവപ്പെട്ടവൻ വന്നിട്ട് ചോദിച്ചു. ഉണ്ടായിരുന്ന ചപ്പാത്തി അപ്പോഴും എടുത്തു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവിയുടെ ചരിത്രം നോക്ക്. ആ നോമ്പിനോട് കാണിച്ചിരുന്ന ഇഷ്ടം അതായിരുന്നു. നമ്മളാണെങ്കിലും മാറ്റിവെക്കും. പക്ഷെ ഫാത്തിമ എങ്ങനായിരുന്നില്ല. പട്ടിണിയാണെങ്കിലും കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നോമ്പിനോട് കാണിച്ച ഒരു മഹബത്ത്, സദഖ കൊടുക്കാനുള്ള ഒരു മനസ്സ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു, യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ത വഅക്സറുൽ ഇസ്തിഗ്ഫാർ ഫഇന്നി റഅയ്തു അക്സറ അഹ്ലിൻ നാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പെണ്ണുങ്ങളോട് പറയുകയാണ്, ലോകത്തുള്ള പെണ്ണുങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെണ്ണുങ്ങളെ, നിങ്ങൾ അധികമായിട്ട് സദഖ കൊടുക്കണേ, നിങ്ങൾ അധികമായിട്ട് സദഖ കൊടുക്കണേ, നിങ്ങൾ അധികമായിട്ട് ഇസ്തിഗ്ഫാർ പറയണേ. കാരണം എന്തെന്നറിയുമോ? ഫഇന്നി റഅയ്തുകുന്ന അക്സറു അഹ്ലിൻ നാർ. നരകത്തിലധികവും നിങ്ങളെയാണ് ഞാൻ കണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നരകത്തിൽ കൂടുതലും നിങ്ങളാ, നരകത്തിൽ കൂടുതലും പെണ്ണുങ്ങളാ. അതുകൊണ്ട് പെണ്ണുങ്ങളെ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സദഖ കൊടുക്കണേ, ഇസ്തിഗ്ഫാർ പറയണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവിയുടെ എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. തിന്നാനില്ലെങ്കിലും ഉള്ളതെടുത്ത് കൊടുക്കുമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട മാതാവ് മരിക്കുന്ന സമയത്ത് തനിക്കെടുത്ത ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തിന്റെ സമയത്ത് കൊടുത്തിരുന്നത് പോലും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ എടുത്ത സദഖ കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയുന്ന, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മുത്തുനബിയുടെ മുന്നിൽ ഒരു പാവപ്പെട്ടവൻ വന്നു, ഒരു അറാബിയായ മനുഷ്യൻ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. പൊന്നാര മകളുടെ വീടിന്റെ മുന്നിൽ ചെന്ന് സദഖ ചോദിച്ചു. കഴിക്കാൻ വല്ലതും താൻ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ അകത്തൊന്നുമില്ലായിരുന്നു, കഴിക്കാൻ ഭക്ഷണമില്ല. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല, വല്ല വസ്ത്രമെങ്കിലും താ ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, കൊടുക്കാൻ വസ്ത്രവുമില്ലായിരുന്നു. അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും കടന്നിരുന്ന വിരിപ്പ്, ആ വിരിപ്പ് മക്കളെ എടുത്ത് താഴെ കിടത്തിയിട്ട് എടുത്തുകൊണ്ട് വന്ന് സദഖ കൊടുത്തു. ആ മനുഷ്യൻ പറഞ്ഞു, ഫാത്തിമ, പുതപ്പല്ല വേണ്ടത്, കഴിക്കാൻ വല്ലതും വേണം ഫാത്തിമ, എന്തെങ്കിലും പൈസ തന്ന് സഹായിക്കൂ ഫാത്തിമ. ചരിത്രം പറയുന്നു, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീട് മുഴുവനും തെരഞ്ഞു നടന്നു, ഒന്നും കിട്ടിയില്ല. അവസാനം ഫാത്തിമ ബീബിക്ക് ഓർമ്മ വന്നു, തന്റെ വസ്ത്രങ്ങളുടെ ഇടയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ പെട്ടിയെടുത്തു. ആ പെട്ടിക്കകത്തൊരു ചെറിയ മാലയുണ്ടായിരുന്നു. മാല എടുത്തപ്പോഴേ ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞു. ആ മാല എടുക്കുമ്പോഴേ ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞു.
ആ മാല എടുത്തുകൊണ്ടുവന്ന് കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചുംബനം കൊടുത്തിട്ട് വീടിന്റെ വാതിൽ തുറന്നിട്ട് വെളിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയി വിറ്റിട്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്ക്. ആ മനുഷ്യൻ തന്നെ ചോദിച്ചു, ഫാത്തിമ നീ എന്തിനാ കരയുന്നേ? ഫാത്തിമ നീ എന്തിനാ കരയുന്നേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടിയില്ല. കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? ആ ഫാത്തിമ ബീബി എടുത്തുകൊടുത്ത മാല തന്റെ പ്രിയപ്പെട്ട മാതാവ് മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്ന സമയം തന്റെ പൊന്നാര മകളുടെ കയ്യിൽ വെച്ചു കൊടുത്തിരുന്നതാ. അതുപോലും എന്നാൽ എത്രയോ ദിവസം ഫാത്തിമ ബീവിയും തന്റെ പൊന്നാര മക്കളും പട്ടിണി കിടന്നു, എന്നിട്ട് പോലും എടുക്കാത്ത മാല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങൾ സദക്ക കൊടുക്ക്, ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികമായിട്ട് പറ. കാരണം നരകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഉമ്മ പെങ്ങന്മാരെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, നരകത്തെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സുന്നത്ത് നോമ്പുകൾ, ആ ഫർദ് നോമ്പുകളും സുന്നത്ത് നോമ്പുകളും എന്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാൻ കഴിയണം. വലിയ പ്രതിഫലമാണ്. നോമ്പ് പിടിക്കുന്ന സുന്നത്ത് നോമ്പ് പിടിക്കുന്നവർ, അവർക്ക് അള്ളാഹു കൊടുക്കുന്നത് വലിയ പ്രതിഫലം. കാരണം മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയോട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റഅയ്തു ജൗഫറ മലക്കൈനി യതീറു മഅൽ മലായിക. സുന്നത്ത് നോമ്പുകൾ ഒരുപാട് പിടിച്ചിരുന്ന ജൗഫർ റളിയല്ലാഹു തആല അൻഹു അതാ മലക്കുകളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് പറന്നു പോകുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നോമ്പിനെ സുന്നത്ത് നോമ്പുകളെ സ്നേഹിക്കുന്നവർ, എല്ലാ മാസവും തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവർ, ഏതെങ്കിലും നോമ്പ് കടന്നു വരുമ്പോ ആ നോമ്പുകൾ പിടിക്കുന്നവർ, റമളാൻ മാസത്തിലെ നോമ്പ് പിടിക്കുന്നവർ, അവർ നാളെ സ്വർഗ്ഗത്തിന്റെ മുന്നിലെത്തുമ്പോ ഏത് വാതിലിലൂടെ വേണമെങ്കിലും അവർക്ക് സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നാളെ സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും കടന്നു പോകാൻ കഴിയുന്ന മൂന്നാമത്തെ പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഹഫിദത്തു ഫർജഹ, തന്റെ ഗുഹ്യഭാഗത്തിനെ സൂക്ഷിക്കുന്ന പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഗുഹ്യഭാഗത്തിനെ സൂക്ഷിക്കുന്ന പെണ്ണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. ഗുഹ്യഭാഗമല്ല, തന്റെ ശരീരം മുഴുവനും സൂക്ഷിച്ചവളാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി ഒരു പെണ്ണ് വസ്ത്രം ധരിച്ച് നടന്നാൽ അത് കാണാൻ കുഴപ്പമില്ല, ഫർദ് ധരിച്ചടക്കുന്നു. എങ്കിൽ ഫാത്തിമ ബീവിയുടെ ചരിത്രം എന്തെന്നറിയുമോ? ഇന്ന് നമ്മുടെ പള്ളിക്കകത്തൊക്കെ മയ്യത്ത് കെട്ടിലിരിപ്പുണ്ട്. എങ്ങനെയാ മയ്യത്ത് കെട്ടിൽ വന്നത്? അതിനൊരു ചരിത്രം പറയാനുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകൾ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്ന് സ്വർഗ്ഗത്തിൽ പോകാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് യോഗമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകള്, ഒരു വാപ്പ എങ്ങനെയാണ് മകളെ വളർത്തിയത് എന്ന് ഈ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, അലിയേ, ഞാൻ മരിച്ച എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കൊടുത്ത വസിയത്ത് വേഗി കിടക്കണൊക്കെ എടുത്ത് ഒളിച്ചു വെക്കാനല്ല. അവിടെ നിന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തത്, ഞാൻ മരിച്ച എന്നെ പകല് കബറടക്കരുത്, രാത്രിയിലെ കബറടക്കാവൂ, രാത്രിയിലെ കബറടക്കാവൂ. അതെന്തേ ഫാത്തിമ രാത്രി കബറടക്കാൻ പറയുന്നത്? ആ സമയത്ത് മഹാമഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, പകലാണ് എന്നെ കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്തിങ്ങനെ ചുമന്നുകൊണ്ടു പോകുന്നത് അന്യപുരുഷന്മാരാണ് എന്റെ മയ്യത്ത് പൊതിയുന്നത്. എന്നെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നത് അന്യപുരുഷന്മാരാ. അന്ന് കൊണ്ടുപോകുന്നത് പടച്ചവന് ഈ അടപ്പില്ലാത്ത ഒരു മയ്യത്ത് പെട്ടിയില്ല. അപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ എല്ലാരും കാണും. കൊണ്ടുപോയി കബറിൽ ഇറക്കി വെക്കുമ്പോഴും അന്യപുരുഷന്മാരായി എന്റെ മയ്യത്ത് ഇറക്കി വെക്കുന്നത്. അപ്പൊ പകലാണെങ്കിൽ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. നമ്മൾ ചിന്തിക്കേണ്ടതാ. അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് പറഞ്ഞ കാരണം 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ പോലും ഒരു അന്യപുരുഷൻ കാണാൻ പാടില്ല.
ഒരാളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ രാത്രിയിലേക്ക് കബറടക്കാവൂ എന്ന് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്ക്. നമ്മുടെ ഭാര്യയെ കുറിച്ച്. നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കടയിൽ പോയിട്ട് നല്ല ഫർദ വാങ്ങും. കടയിൽ പോയി നല്ല ഫർദ ഇട്ടൊക്കെ നോക്കി നല്ല ഫർദ വാങ്ങും. ആ ഫർദ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെയും ടൈറ്റാക്കും. അവിടെ ചിന്തിക്കണ്ടേ? ഫർദ വാങ്ങി കടയിൽ പോയി ഫർദ വാങ്ങിയിട്ട് പിന്നെയും കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്യും. എന്തിനാ? മസിലൊക്കെ നല്ലപോലെ ഒന്ന് കാണാൻ. നാട്ടുകാരൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ കാണുന്നതിന് വേണ്ടി. ഇന്നത്തെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണ, ചെറിയ കുട്ടികളും 10-30 വയസ്സുള്ളതൊക്കെ നടക്കുന്ന കുട്ടി ഇപ്പൊ 60 ദിവസം ആരാപ്പ തലേ തുണിയിടാ. ഇന്നത്തെ പെണ്ണുങ്ങൾ ഉമ്മമാരുടെയൊക്കെ അവസ്ഥകൾ നമ്മൾ ചിന്തിച്ചു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ എത്രയോ നാൾ ഹിജാബ് ഇടണം, ഫർദ ഇടണം, ഹിജാബ് ഇടണം. ഹിജാബൊക്കെ വലിച്ചീറിക്കളഞ്ഞ് ഓരോ രാജ്യങ്ങളിൽ നടന്ന സമരങ്ങളൊക്കെ ഓർമ്മ വരിക. എന്താ സമരങ്ങൾ? മാറു മറയ്ക്കണ്ട, തുറന്നിട്ടുകൊണ്ട് നടക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയ രാജ്യമുണ്ട്. ഇപ്പൊ ഒന്നിനെയും കാണാനില്ല. ഇപ്പൊ എല്ലാരും മറച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ എല്ലാം കൊറോണ വന്നപ്പോ മറ മാത്രമേ ഉള്ളൂ, തുറന്ന ആർക്ക് വിടണ്ട. അള്ളാഹ് ആരെന്നറിയോ? അള്ളാഹ് നമ്മളെയൊക്കെ വിറ്റ കാശ് പടച്ചോണ്ടെടുത്തോണ്ട്. അള്ളാഹ് നമ്മളെക്കാളും വലിയ തന്ത്രശാലിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ഉണ്ടാ ആണും പെണ്ണും എല്ലാം മറച്ചാ നടക്കണേ. അള്ളാഹു ആലം, അള്ളാഹു ഈമാൻ നിലനിർത്തി തിരുമാറാകട്ടെ. ലേപ്പാ കാണണ്ടപ്പോ എന്നാലിച്ചു വയ്ക്കേ. ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ മലക്കണടക്കണവരടക്കണം, മൊത്തവും മറച്ച്. ആണായാലും പെണ്ണായാലും എല്ലാവർക്കും വല്ലാത്ത ഭയം അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വസ്ത്രം മറച്ച് നടക്കണമെന്ന് ഇസ്ലാം പറഞ്ഞത് വെറുതെയല്ല. ഇന്നത്തെ കാലഘട്ടം, നമ്മുടെ ഇന്നത്തെ പെണ്ണുങ്ങളുടെയൊക്കെ രീതികളൊക്കെ ചിന്തിച്ചു നോക്കൂ. വളരെ മോശമായ രീതിയിലുള്ള വസ്ത്രധാരണകൾ. കാലം വല്ലാതെ അതപ്പതിച്ചു പോയിരിക്കുന്നു. കൊച്ചുകുട്ടികളെ വരെ പീഡിപ്പിക്കുന്ന കാലഘട്ടം. 4 വയസ്സുള്ള 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ചെറിയ ചെറിയ കുട്ടികളെ പോലും, കൊറോണ രോഗിയെ പോലും വെറുതെ വിടാത്ത കാലമാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, മനുഷ്യൻ അതപ്പതിച്ചാൽ ബൽഹും അളല്ല്, 4 കാലികളെക്കാരും അതപ്പതിച്ചു പോകുമെന്ന് അള്ളാന്റെ ഖുർആൻ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. നമ്മുടെ സ്വന്തം മകളുടെ പ്രായം പോലും ഇല്ലാത്ത കൊച്ചുകുട്ടികൾ അവരെ മനുഷ്യന്മാര് പീഡിപ്പിക്കുന്ന കാലഘട്ടം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗത്തിന്റെ ഏത് കവാടങ്ങളിലൂടെയും കടന്നു പോകാൻ കഴിയുന്ന 3ാമത്തെ പെണ്ണ് അവൾ അവളുടെ ശരീരത്തെ സൂക്ഷിച്ചവളാ. അവളുടെ ഗുഹ്യഭാഗത്തിനെയല്ല, തന്റെ ശരീരം തന്റെ ഭർത്താവിന് കാണാനുള്ളതാ, നാട്ടുകാർക്കല്ല. തന്റെ ഭർത്താവിനെ കാണാനുള്ളതാ തന്റെ ശരീരം. തന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് മഹാനായി നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. മുത്തുനബിയുടെ മുന്നിൽ ഭാര്യമാര് പോകുമ്പോൾ മൈലാഞ്ചി ഇടുമായിരുന്നു. ഇവിടെ നിന്ന് സുറുമ തേക്കാതെ ഒരു പെണ്ണും ഭാര്യ പോകാറില്ല. ഇവിടേക്ക് അവസ്ഥകൾ ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭാര്യമാർ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. നമ്മുടെ പെൺമക്കൾ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത. അതുകൊണ്ട് മക്കൾക്കും ഭാര്യമാർക്കൊക്കെ വസ്ത്രം എടുത്തു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ വലിയ ആൾക്കാരെ പോലെ തൊപ്പിയും തലപ്പയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരുടെ വസ്ത്രധാരകനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ അതിനെക്കുറിച്ച് പടച്ചിറപ്പ് ചോദിക്കുമ്പോൾ കണക്ക് പറയേണ്ട ഒരവസ്ഥ വരും. പറയേണ്ടവരാണെന്നുള്ള ഓർമ്മ നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വിഷയങ്ങളിൽ നല്ലതുപോലെ നമ്മൾ ശ്രദ്ധ ഉണ്ടാക്കണം. നമ്മുടെ ഭാര്യയെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, അവരുടെ വസ്ത്രധാരണയെക്കുറിച്ച്, അവരുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കാൻ കഴിയണം. എന്നിട്ട് അവർക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ ഏത് കവാടത്തിലൂടെയും കടന്നു പോകാൻ കഴിയുന്ന 4 നന്മകളിൽ 4ാമത്തെ കാര്യം തന്റെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണ്. തന്റെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണ്. ആ പെണ്ണിന് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ ചെന്നാൽ 8 കവാടങ്ങളും തുറന്നിട്ടിരിക്കുന്നു. ഏതിലൂടെ വേണമെങ്കിലും കയറിപ്പോകാം. ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമഹ്ലി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഇന്നത്തെ സർവ്വ പെണ്ണുങ്ങൾക്കും പഠിക്കാനുള്ളതാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വായിക്കണം. ഫാത്തിമ ബീബിയുടെ ചരിത്രം എല്ലാ ഭർത്താക്കന്മാരും തന്റെ ഭാര്യമാർക്ക് വായിക്കാൻ വേണ്ടി മേടിച്ചു കൊടുക്കണം. അങ്ങനെ പഠിച്ചവരെ ആരാ ഫാത്തിമയെന്നറിയുമോ? ആ ഫാത്തിമയുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തമ്മിലടിയില്ല, അവിടെ ഈകയില്ല,
വഴക്കില്ല, പ്രശ്നങ്ങളില്ല, സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതമാണ്. ഫാത്തിമ ബീവിയുടെ ചരിത്രം എടുത്തു നോക്കൂ. ഒരിക്കൽ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും എന്തോ പറഞ്ഞു പിണങ്ങുകയാണ്. ഏതോ ഒരു നിസ്സാര കാര്യത്തിന്റെ പേരിൽ പിണങ്ങുകയാണ്. പടച്ചറപ്പേ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവായ അലിയാർ തങ്ങൾ ഇരിക്കുമ്പോ അലിയാർ തങ്ങളുടെ ചുറ്റുഭാഗത്ത് നടക്കുകയാണ്. പിണങ്ങിയിരിക്കുന്ന ഭർത്താവിന്റെ ചുറ്റുഭാഗത്ത് പിണക്കം മാറ്റുന്നതിന് വേണ്ടി 80 പ്രാവശ്യം ചുറ്റി എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അലിയാർ തങ്ങളും ഫാത്തിമ ബീവി എന്തോ എന്ന് പറഞ്ഞു. ഫാത്തിമ ബീവി എന്തോ എന്ന് പറഞ്ഞു. അലിയാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പിണങ്ങി. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പിണങ്ങിയിരുന്നപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മാപ്പ് പറഞ്ഞുകൊണ്ട് 80 പ്രാവശ്യം ഇരുന്ന കസേരയ്ക്ക് ചുറ്റും നടന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആമിന നടക്കോ? നമ്മുടെ വീട്ടിലെ അവസ്ഥയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ഇന്നത്തെ പെണ്ണുങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുമോ? തൻ്റെ ഭാര്യയുടെ കയ്യിലാണ് തെറ്റെങ്കിലും ഭർത്താവിൻ്റെ നെഞ്ചത്ത് കയറുന്ന കാലമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. ഇന്നത്തെ പെണ്ണുങ്ങൾ എന്തെന്നറിയില്ല. ഇവരൊന്ന് ചരിത്രങ്ങളിലൂടെയല്ല പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഇസ്ലാമിൻ്റെ നിയമങ്ങളിലൂടെയല്ല. എത്രയോ ജീവിതങ്ങൾ അള്ളാഹുവെ പടച്ചവനെ, എത്രയോ ഭർത്താക്കന്മാർ കരയുന്ന അവസ്ഥ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എന്ത് സന്തോഷമുള്ള ജീവിതമെന്നറിയുമോ? പെണ്ണുങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് കല്യാണം കഴിച്ചു വിടുന്ന പെൺകുട്ടികൾക്ക് ഫാത്തിമ ബീവിയുടെ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പൊന്നുമകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിച്ചവളാണ്. ഉള്ളതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം. ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിച്ചു വിട്ടു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരൽ കല്ലുകളുടെ മുകളിലാണ് ഫാത്തിമ ബീവി കിടന്നുറങ്ങുന്നത്. അവിടുന്ന് ചരിത്രം പറയുന്നു, ഫാത്തിമ അലിയാർ തങ്ങളുടെ വീട് കുടുംബ വീടായിരുന്നു, സ്വന്തമായിട്ട് വീടില്ല. ഫാത്തിമ ബീവി അലിയാർ തങ്ങളെ വിവാഹം കഴിച്ചുകൊണ്ട് കുടുംബ വീട്ടിലേക്കാ പോയെ. ഒരു ചെറിയ ഒരു സൗകര്യമുണ്ടായിരുന്നു. ആ വീടിന്റെ ഒരു സൈഡിൽ ഒരു ചെറിയ സൗകര്യം ഒരുക്കി കൊടുത്തു. അതിനകത്ത് ചരൽക്കല്ല്. രാത്രിയായാൽ അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, ഫാത്തിമ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തോലുണ്ടായിരുന്നു, ഒരാടിന്റെ തോലുണ്ടായിരുന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും അലിയാർ തങ്ങളും രാത്രി ഇതങ്ങട്ട് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കയറി കിടക്കും. ആ ആടിന്റെ തോലിന്റെ മുകളിൽ എത്ര ഉണ്ടാകുമെന്ന് ചിന്തിക്ക്. ഈ തോലിന്റെ മുകളിൽ ആ ഭാര്യയും ഭർത്താവും കയറി കിടക്ക. രാവിലെ ആയാ അലിയാർ തങ്ങൾ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് ഒട്ടകത്തിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. കാരണം തീറ്റിയിട്ട് കൊടുക്കുന്ന അതിനകത്താണ്. തന്റെ വീട്ടിലെ ഒട്ടകത്തിന് തീറ്റിയിട്ട് കൊടുക്കുന്ന പാത്രമായത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിനകത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളും അലിയാർ തങ്ങളും ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങിയേ. എത്രയോ ദിവസം പട്ടിണിയാ, എത്രയോ ദിവസം പട്ടിണിയാ. തന്റെ പൊന്നാര മകളുടെ അവസ്ഥകൾ ചരിത്രങ്ങളിലൂടെ നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് കടന്നു വന്ന അലിയാർ തങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ഫാത്തിമ, നമുക്കൊന്ന് മാറി താമസിക്കണ്ടേ? നമുക്കൊന്നും മാറി താമസിക്കണ്ടേ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടിയില്ല. അലിയാർ തങ്ങൾ പിന്നെയും ചോദിച്ചു. ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മാറി താമസിക്കണം. ഈ കുടുംബ വീട്ടിൽ നിന്ന് നമുക്കൊന്ന് മാറി താമസിക്കണം. താമസിക്കാനുള്ള കാരണം എന്തെന്നറിയോ? നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ തിന്നാനൊന്നുമില്ലാതെ പട്ടിണി കിടക്കുന്നത് നിങ്ങളുടെ ഉമ്മായും കൂടപ്പുറപ്പുകളും കണ്ട അവർക്ക് വിഷമമാകും. കാരണം ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മകളാ. ഫാത്തിമ ബീവി പറഞ്ഞത് നമ്മൾ ഇന്നത്തെ പെണ്ണുങ്ങളെ ചിന്തിക്കണം. കെട്ടിക്കൊണ്ട് പോകുന്ന 4-ന്റെ അന്ന് വിഹിതം വെക്കുന്നവരാ വീട്ടിൽ. അടിയും ബഹളവും വെച്ച് സ്വന്തമായിട്ട് വീടുണ്ടാക്കും. വാപ്പായിക്കും ഉമ്മായിക്കും ഭർത്താവിന്റെ സഹോദരനും സഹോദരനും വെച്ചു കൊടുക്കുന്നതിന് വരെ കണക്ക് പറയുന്ന പെണ്ണുങ്ങളുടെ കാലം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് താമസം മാറണം, വേറെ എങ്ങോട്ടെങ്കിലും. കാരണം എന്തെന്നറിയുവോ? നമ്മൾ രണ്ടുപേരും പട്ടിണി കിടക്കുന്നത് കൂടെ ഇവര് കണ്ടിട്ട് വേദനിക്കുമല്ലോ, അതുകൊണ്ട്. പക്ഷേ എന്റെ അലിയാർ തങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ. അലിയാർ തങ്ങളെ പറഞ്ഞു, ഫാത്തിമ, ഞാനൊരു വഴി പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളോട് അലിയാർ തങ്ങൾ ഒരു വഴി പറഞ്ഞു കൊടുത്തു. ഫാത്തിമ, നീ
നിന്റെ ഉപ്പാടെ മുന്നിൽ പോയിട്ട് പറയണം നിനക്കൊരു വീട് വേണമെന്ന്. നിന്റെ ഉപ്പാടെ ചാരത്ത് പോയി പറഞ്ഞാൽ അല്ലാഹുവേ നിന്റെ ഉപ്പ നിനക്ക് വീട് തരുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഒരുപാട് സ്വഹാബത്തുകളുണ്ടല്ലോ, ആരോടെങ്കിലും പറഞ്ഞാൽ ഒരു വീട് തരുമല്ലോ. ഫാത്തിമ ബീവിയോട് അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നിന്റെ വാപ്പാടെ ഏറ്റവും അടുത്ത ഒരു സഹാബിയുണ്ട്, വാപ്പായ വല്ലാത്ത ഇഷ്ടമാണ്, ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. ആ സ്വഹാബിക്ക് 2 വീടുണ്ട്. നീ പോയി ചോദിച്ച പ്രവാചകൻ ആ സഹാബിയോട് ചോദിച്ച് ഒരു വീട് നമുക്ക് വാങ്ങിത്തരുമല്ലോ, അതുകൊണ്ട് നീ പോയി ചോദിക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളെ അലിയാര് തങ്ങളവിടെന്ന് പറഞ്ഞു വിടുകയാണ്. ഫാത്തിമ ബീവി മനസ്സില്ല മനസ്സോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. ഒരു പ്രാവശ്യം പോയി തന്റെ വാപ്പാനെ കാണാൻ കഴിഞ്ഞില്ല, വാപ്പാനോട് പറയാൻ കഴിഞ്ഞില്ല. ഫാത്തിമ ബീവി തിരിച്ചു വന്നു. രണ്ടാമതും അലിയാര് നിങ്ങൾ പറഞ്ഞു വിട്ടു. രണ്ടാമതും പോയി പടച്ചവനെ കാണാൻ കഴിഞ്ഞില്ല. റബ്ബേ മൂന്നാമതും അലിയാര് തങ്ങൾ പറഞ്ഞു വിട്ടു, ഫാത്തിമ നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് നിന്റെ വാപ്പയ്ക്ക്, നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് നിന്റെ വാപ്പയ്ക്ക്. നീ പോയിട്ട് ചോദിച്ചാ നിന്റെ ഉപ്പ നിനക്കൊരു വീട് വാങ്ങിത്തരും, അതുകൊണ്ട് ചെന്ന് ചോദിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മൂന്നാമത്തെ പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. പ്രിയപ്പെട്ട പിതാവിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ പൊന്നാര മകളെ കണ്ടപ്പോ റസൂലുള്ളാഹിന് വല്ലാത്ത സന്തോഷമായി. തന്റെ പൊന്നാര മകളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. തന്റെ പൊന്നാര മകളുടെ ചാരത്തേക്ക് കടന്നു വന്നു. എന്റെ ഫാത്തിമ ബീവിയുടെ വിശേഷങ്ങൾ ചോദിക്കുകയാണ്. തന്റെ വിശേഷങ്ങൾ മുഴുവനും അന്വേഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നാര മകള് പറഞ്ഞു, വാപ്പാ എന്റെ ഭർത്താവിന്റെ അവസ്ഥ അറിയുമല്ലോ, പാവപ്പെട്ടവനാണല്ലോ, എന്റെ ഭർത്താവിന് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് വാപ്പാ ഞങ്ങൾക്ക് 2 പേർക്കും സ്വന്തമായിട്ട് മാറിയൊന്ന് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുമോ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ പൊന്നാര മകള് തന്നിട്ട് മുത്തുനബിയോട് വീട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, മോളെ ഫാത്തിമ വാപ്പാടെ കയ്യിൽ പൈസ ഇല്ല ഫാത്തിമ, എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഫാത്തിമ, എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയുമല്ലോ ഫാത്തിമ, നിനക്കൊരു വീട് വെച്ച് തരണമെന്ന് വാപ്പാന് വല്ലാത്ത ഇഷ്ടമുണ്ട്, പക്ഷേ എന്റെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, നിന്റെ വാപ്പ പാവപ്പെട്ടവനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളോട് പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വാപ്പാ അങ്ങയെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിക്ക് 2 വീടുണ്ടല്ലോ, ആ സഹാബിക്ക് 2 വീടുണ്ടല്ലോ. വാപ്പ ചോദിച്ചാ ഒന്നെനിക്ക് തരുമല്ലോ, ഈ ഫാത്തിമയ്ക്ക് ഒരു വീട് കൊടുക്കണമെന്ന് വാപ്പ പറഞ്ഞാൽ ആ സ്വഹാബി തന്റെ വീട്ടിൽ നിന്നൊരു വീട് തരുമല്ലോ, അത് ചുമ്മാതെ കിടക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് വാപ്പയോട് ഈ കാര്യമങ്ങ് പറയുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ, മുത്തുനബിയുടെ കണ്ണങ്ങ് നിറയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഫാത്തിമ ഹാരിസത്ത് ഇബ്നു നുഅ്മാനോട് ഞാൻ ചോദിച്ച വീടൊക്കെ തരും, ഒരു മടിയുമില്ലാതെ സ്വഹാബി തരാൻ തയ്യാറാണ്, പക്ഷേ നിന്റെ വാപ്പ ഇന്ന് വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടിയിട്ടില്ല, നിന്റെ വാപ്പ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടിയിട്ടില്ല ഫാത്തിമ, അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ ലജ്ജയാണ് ഫാത്തിമ. മുത്തുനബിയുടെ കണ്ണങ്ങ് നിറയുകയാണ്, റസൂലുള്ളാഹി കരയുകയാണ്, എനിക്ക് നിനക്ക് വേണ്ടി പൊന്നാര മകള് വന്നൊരു വീട് വെക്കാൻ സഹായം ചോദിച്ചിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്തിട്ട് മുത്തുനബി കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, എനിക്ക് ലജ്ജയാണ് ഫാത്തിമ. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോ, പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടപ്പോ ഫാത്തിമ ബീവി
ബീവി റളിയല്ലാഹു തആല അൻഹ ഉപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, കരയല്ലേ ഉപ്പാ, എനിക്ക് വീട് വേണ്ട വാപ്പാ. ഒരാളുടെ മുന്നിലും എന്റെ ഉപ്പ പോയി ചോദിക്കണ്ട, ഒരാളുടെ മുന്നിലും എന്റെ ഉപ്പ പോയി ചോദിക്കണ്ട. പടച്ചവരെ, തന്റെ പൊന്നാര മകള് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എനിക്ക് വീട് വേണ്ട വാപ്പാ, ഞാനുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടോളാം. പട്ടിണിയാണെങ്കിലും പരിപട്ടമാണെങ്കിലും ആ കൂരക്കകത്ത് ഞാൻ കടന്നുകൊള്ളാം. എന്റെ വാപ്പ ആരുടെ മുന്നിലും കൈനീട്ടണ്ട എന്ന് പറഞ്ഞു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ നിറകണ്ണുകളോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ, അല്ലാഹുവേ, ഇതെല്ലാം ഒരു സ്വഹാബി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്റെ വീടിന്റെ അകത്ത് നടക്കുന്ന സംഭാഷണമുണ്ടല്ലോ, ഒരു സ്വഹാബി ഇങ്ങനെ കേൾക്കുകയാണ്. അതാ സ്വഹാബി അവിടെ നിന്ന് ഓടുകയാണ്. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയുടെ മുന്നിലേക്ക് അവിടെ നിന്ന് ഓടുകയാ. എന്നിട്ട് പറയുന്നു, ഹാരിസ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സഹാബിയുണ്ടല്ലോ, ഇതാ ചെറുപ്പക്കാരൻ പറയുന്നത് കേട്ടപ്പോ അവിടെ നിന്ന് കണ്ണ് നിറയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, കൊടുക്കണമെന്ന് പറഞ്ഞാ ഞാൻ 2 വീടും കൊടുക്കുമല്ലോ നബിയേ. എന്റെ നബിയെ, എന്നോട് ചോദിക്കാൻ ലജ്ജയാണ്. എന്റെ നബിയെ, എന്നോട് ചോദിക്കാൻ ലജ്ജയാണ്. കൽപ്പിച്ചാ പോരെ നബിയേ. അതാ തന്റെ വീടിന്റെ താക്കോലെടുത്തുകൊണ്ട് മുത്തുനബിയുടെ കയ്യിൽ കൊടുക്കുന്ന ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കൂ. നിന്റെ ഭർത്താവിന്റെ സമ്പാദ്യം എന്താണെന്ന് നീ മനസ്സിലാക്കൂ. അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. ഭർത്താവിന്റെ കഴിവെന്താണെന്ന് മനസ്സിലാക്കൂ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കൂ. അല്ലാഹുവേ, പടച്ചവനെ, ചരിത്രങ്ങൾ അതാണല്ലോ പറഞ്ഞു തരുന്നത്. പട്ടിണിയാണെങ്കിലും കൊട്ടാരമാണെങ്കിലും കുടിലാണെങ്കിലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലോ, ഇന്ന് പെണ്ണുങ്ങൾക്കൊരു ധാരണയുണ്ട്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഒരിക്കലും അങ്ങനെ കരുതരുത്. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പണമുള്ളവനല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ പണമുള്ളവനല്ല. വറദ ബിമാ ഖസമല്ലാഹു ലക തകുന്ന ലിന്നാസ്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരെന്നറിയുമോ? അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത്, പടച്ചോനെ പണമില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലാഹുവെ, കൊട്ടാരം വെക്കാൻ പറ്റൂല. അതൊന്നുമല്ല. പണം വന്നു കഴിഞ്ഞാൽ ഉള്ള സമാധാനം പോയി, ഉറക്കമില്ല. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള സമാധാനം പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പണത്തിലല്ല കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ പണമുള്ളവനല്ല, പണമില്ലാത്തവനാ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ ദാരിദ്ര്യത്തിന് തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറ, അല്ലാഹു ദാരിദ്ര്യത്തിന് തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകരുത്. അല്ലാഹു നമുക്ക് റിസ്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്താ നിന്റെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം വരില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ചെയ്തൂടെ? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യും, എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും. അൽഹംദുലില്ലാ, സമയം 10 മണിയായില്ലേ അപ്പാ? ഇൻഷാ അല്ലാഹ് നിർത്താം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണോ മരിക്കുന്ന കാലം വരെ ഒരുത്തൻ്റെ മുന്നിലും പോണ്ട, ഒരു പള്ളിയുടെ മുന്നിലും പോണ്ട, ഒരു കമ്മിറ്റി ഓഫീസിന്റെ മുന്നിലും പോണ്ട? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യൂലേ? എല്ലാം മാസ്കും വെച്ചുകൊണ്ടിരിക്കുക. ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ക്ലാസ് ഇൻഷാ അല്ലാഹ് തുടരണം. പക്ഷെ അതിപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭാര്യയാകട്ടെ മക്കളാകട്ടെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന് സലാം പറഞ്ഞാൽ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞാൽ മതി? പറയാറുണ്ടോ? പിന്നെ പെണ്ണുമ്പിള്ളയെടുത്ത് സലാം പറയാനാ ചിരി വരും. നമ്മളൊക്കെ ഭാര്യമാരോട് സലാം പറഞ്ഞാൽ നമുക്ക് ചിരിയാ വരണേ. കാരണം എന്ത്?
നമ്മളെ വീട്ടിൽ കയറി ഇന്ന് രാത്രി പോയിട്ട് അമിന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഓള് വിചാരിക്കും അല്ലാഹു ഹൈത്താൻ വല്ലതും കൂടിയോ എന്ന്. കാരണം ഇങ്ങനെ നടന്നിട്ടില്ല. ഓള് വിചാരിക്കും എന്തോ കുഴപ്പമുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലും പിശുക്കാ നമ്മൾ കാണിക്കണം. അസ്സലാമു അലൈക്കും ഇത്ര പറയത്തുള്ളൂ. സലാം 3 രീതിയിൽ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെടും? അതിൽ പോലും നമ്മൾ പിശുക്കത്ര കാണിക്കണം. അത് ദുആയല്ലേപ്പാ, അള്ളാഹുവിന്റെ ഗുണവും സംരക്ഷണമൊക്കെ ഉണ്ടാകട്ടെ. സലാം പരിപൂർണമായിട്ട് സലാം പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം നമുക്കറിയാഞ്ഞിട്ടാ. ഈ നേട്ടം അറിഞ്ഞതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞപ്പോ പിന്നെ മത്സരവാ. അസ്സലാമു അലൈക്കും, ഇപ്പുറത്ത് വരുമ്പോ അസ്സലാമു അലൈക്കും. തൂണിന്റെ ഇപ്പുറത്ത് വെച്ച് സഹാബിയോട് സലാം പറഞ്ഞു, അടുത്തടുത്ത് വരുമ്പോ വീണ്ടും അസ്സലാമു അലൈക്കും. കാരണം എന്തേ? സലാമിന്റെ പ്രതിഫലം. സലാം പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അറിഞ്ഞപ്പോ പിന്നെ മത്സരം സലാം പറയാൻ. സഹാബത്ത് പിന്നെ മത്സരമായിരുന്നു. നമുക്കോ മടി, ആളും അളന്നിട്ട് സലാം പറയും. ഒരാളെ 1.5 അടിയിൽ ഇങ്ങനെ നോട്ടമൊക്കെ നോക്കിയിട്ട് ഓനോട് പറയണോന്ന് കരുതിയിട്ട്. അങ്ങനല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പേ അങ്ങോട്ട് കയറി പറയണം. സലാം ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പേ അങ്ങോട്ട് കയറി പറയണം. ഇതേ പ്രതിഫലം. 1, വീട്ടിലേക്ക് കടന്നു പോകുന്ന സമയം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണോ സലാം പറയുന്നത്, അതും പരിപൂർണമായി പറയുന്നത്, നിന്റെ വീട്ടിൽ അള്ളാഹു ദാരിദ്ര്യം തരില്ല എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സലാം പറയല്ലേ, മത്സരമൊന്നും വേണ്ട, പറയുമ്പോൾ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിൽ പിശുക്കില്ലാതെ സലാം പറയുന്ന സമയത്ത് പരിപൂർണമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു, അതിലെന്തെങ്കിലും കുറച്ചിൽ വന്നാൽ ഒരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓനെന്താ അപ്പൊ തങ്ങളായോപ്പ എന്നൊക്കെ ചിന്തിക്കും, വലിയ ആളായോ, അള്ളാഹ് വലിയ കുത്തുബല്ല കിതാബായ എന്നൊക്കെ കളിയാക്കാം. ഒരു പേടിയും വേണ്ട, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. 2 എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നിങ്ങൾക്കൊരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 5 നേരം നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമല്ല പറഞ്ഞേ, പായിപ്പാട് പള്ളി പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക കെട്ടുന്നതിന്റെ പ്രതിഫലമല്ല പറഞ്ഞേ, മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നവന്റെ പ്രതിഫലമല്ല പറഞ്ഞേ, രാവും പകലും നിസ്കരിച്ച് നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലമല്ല പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാം പരിപൂർണമായി പറഞ്ഞാൽ 1, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് ദാരിദ്ര്യം വരില്ല. 2, നല്ല മരണം. ഓരോ മനുഷ്യന്മാരൊക്കെ വെള്ളിയാഴ്ച പോണ കണ്ടാ കൊതി തോന്നും അല്ലേ? ഇവിടെ ഇപ്പൊ അങ്ങനെ വെള്ളിയാഴ്ച മരണമൊന്നുമില്ലല്ലോ അപ്പൊ അല്ലേ? അല്ലാഹു അലം. പഠിച്ചോൻ നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ എന്താ ഓരോ മനുഷ്യന്മാര് പോണ കാണുമ്പോ കൊതിയ, നമ്മളൊക്കെ ഇങ്ങനെ നടക്കാം. അള്ളാഹു ഓരോ ആൾക്കാർക്ക് വെള്ളിയാഴ്ചയൊക്കെ മരണം കൊടുക്കുമ്പോ ഇങ്ങനെ കൊതി തോന്നാറുണ്ട്. സാധാരണ മരണമൊക്കെ കാണുമ്പോ പേടിയാ. നമുക്കൊക്കെ ഇത് കാണുമ്പോ പഠിച്ചനെ ഇത് നമുക്കിതിനുള്ള ഭാഗ്യമില്ലല്ലോ. അപ്പൊ അതാ ചിന്തിക്കാം. അള്ളാഹു നമുക്കൊക്കെ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രാഷ്ട്രീയ കൊലപാതകമൊക്കെ വല്ലാതെ വർദ്ധിക്കണ കാലം. അപ്പൊ മനുഷ്യനെന്ത് വിലയാവുള്ള അല്ലേ? സുബ്ഹാനല്ലാഹ്. എത്രയോ മക്കളൊക്കെ പോകുന്നു, എത്രയോ കുട്ടികൾ ഭാര്യ വിധവയാകുന്നു, മക്കളൊക്കെ എത്തിയുമാകുന്നു. അല്ലാഹു അലം. അള്ളാഹുരൊക്കെ മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പോൾ സലാം പറഞ്ഞാൽ കിട്ടുന്ന 2ാമത്തെ പ്രതിഫലം നല്ല മരണം. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോയപ്പോൾ ഒരു കൊട്ടാരം കണ്ടു, മനോഹരമായ ഉയർന്ന ഒരു കൊട്ടാരം കണ്ടു. അതിന്റെ ഉൾഭാഗം അകത്ത് നിന്ന് നോക്കിയാൽ പുറം കാണാം, പുറത്തു നോക്കിയാൽ അകം കാണാം. ആർക്കുള്ളതാ നബിയെ? സ്വർഗത്തി കൊട്ടാരം. പള്ളി കെട്ടി കൊടുക്കുന്നവന് സ്വർഗത്തി കൊട്ടാരം വീടുണ്ടെന്നല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയെ ആർക്കുള്ളതാ നബിയെ? സ്വർഗത്തിൽ അങ്ങ് കണ്ട കൊട്ടാരം ആർക്കുള്ളതാ? ആർക്കാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സലാം വ്യാപിപ്പിക്കുന്നവനുള്ള പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളും മത്സരിക്കുക. ഇലക്ഷനൊന്നും അല്ല, നിങ്ങളിപ്പോ മത്സരിക്കൊക്കെ നിൽക്കല്ലേ. അപ്പൊ ഇലക്ഷന്റെ മത്സരമൊന്നും അല്ല. എന്തിന്റെ മത്സരം? സലാം പറയുന്നതിന് വേണ്ടി മത്സരിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുക. പട്ടിണിയെങ്കിൽ പട്ടിണി, എന്തുമാകട്ടെ. മഹാനായ അബൂദുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സമയം അവിടുന്ന് തൻ്റെ ഭാര്യ മക്കളൊക്കെ വിളിച്ചുപദേശിച്ചു. തൻ്റെ ഭാര്യ മക്കളെ, ആ സഹാബിയുടെ ചരിത്രം പറയണമെന്ന് പറഞ്ഞാ, ആരെങ്കിലും പൈസ കൂട്ടി വെച്ചിരിക്കുന്നത് കണ്ടാ ചെന്നിട്ട് പറയണ്ട, അള്ളാടെ മുന്നിൽ പോണം, കണക്ക് പറയണം, നാളെ പരലോകത്ത് തീയായിട്ട് നിന്റെ കഴുത്തിയിടും കേട്ടോ, വല്ലവർക്കും കൂടെ. ഇങ്ങനെ പറയണ സഹാബിയ.
ഈ സഹാബിയാണ് അവസാനം ഏകനായിട്ടാ മരിച്ചത്. സഹാബി മരിക്കുന്നതിന് മുമ്പ് തന്റെ മക്കളെയൊക്കെ വിളിച്ചു, ഭാര്യയും വിളിച്ചു, ഞാൻ പോവാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പാപ്പ കള്ളുപിടിച്ചും പെണ്ണുപിടിച്ചൊന്നും തീർത്തയല്ല, പാപ്പായ്ക്കൊരു സ്വഭാവമുണ്ട്, ഒന്നും സൂക്ഷിച്ചു വെക്കത്തില്ല, കിട്ടിയ പാവങ്ങൾക്ക് കൊടുക്കും. അതുകൊണ്ട് ഞാൻ പോവാ, എൻ്റെ മക്കൾ പേടിക്കണ്ട, അല്ലാണ്ട് എന്റെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ഭയപ്പെടുന്നു വേണ്ട. പാപ്പാടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഫം പൊതിയാൻ തുണി വാങ്ങാനും പൈസയില്ല, ഒരു നല്ല തുണി എടുക്കാനും വീടിന്റെ അകത്തില്ല. ചെറിയ മക്കളോട് അബൂദൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്ക, എന്റെ മയ്യത്ത് തുണി വാങ്ങാനും പൈസയില്ല, കീറാത്ത ഒരു തുണി വെച്ച് പൊതിയാൻ നോക്കി, അതുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിക്കണ്ട. മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് എടുത്തുകൊണ്ട് റോഡി വെക്കണം. ഉംറ കഴിഞ്ഞ് വരും ആൾക്കാർ, അവരോട് പറഞ്ഞാൽ മതി, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയ ഇതാണ് അവസ്ഥ, കബറടക്കിയേക്കാൻ. ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് മയ്യത്ത് പൊതിഞ്ഞ കബറടക്ക, അതാ ഈമാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ആ മക്കൾ അതുപോലെ വാപ്പ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവസാനം അവിടുന്ന് മഹാനായ അബു അയ്യൂബുൽ അൻസാരി അവിടെ സഹാബത്ത് പറയുന്നു, ഇത്രയോ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് മയ്യത്ത് പൊതിഞ്ഞ് ഖബറടക്കി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ആ സഹാബിയാണ് ഇങ്ങനെ ജീവിച്ച ഈ സഹാബിയ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ നടന്നു പോവാ. ജിബ്രീൽ എന്ന മലക്ക് ചോദിക്കണ, നബിയെ, ആ പോകുന്നത് അബൂദറല്ലേ? എല്ലാ പ്രവാചകന്മാർക്കും വഹീമായിട്ട് ഇറങ്ങി വരുന്ന ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുക, ആ പോണത് അബൂദറല്ലേ? അള്ളാന്റെ റസൂല് കണ്ണുള്ളിരിക്കുക, പടച്ചൻ ഇതാരപ്പ ഈ ചങ്ങാതിക്ക് എങ്ങനെ അറിയാം? ആ പോകണത് അബൂദറാണെന്ന് ജിബ്രീൽ എങ്ങനെ അറിയാം? നിനക്ക് എങ്ങനെ അറിയാൻ ജിബ്രീലെ? എനിക്കറിയാം നബിയെ. എനിക്ക് മാത്രമല്ല, 7 ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ ചങ്ങാതിയുടെ പേര് പറയും. അത്രയ്ക്കും പ്രസിദ്ധനാണ് അബൂദൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹാബി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു, ആഡംബരവും ആഗ്രഹം ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ഗുണം നിന്റെ ഭാര്യക്കും മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. ഇല്ലെങ്കിൽ കെട്ടിച്ചു വിട്ടാൽ ആ വീട്ടിൽ പോയിട്ട് പാവപ്പെട്ടവന്റെ കാര്യത്തിൽ തീരുമാനമാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടിരിക്കുന്ന, കടന്നു പോകാൻ ഭാഗ്യം ലഭിച്ച 4ാമത്തെ പെണ്ണ് തന്റെ ഭർത്താവിനെ വഴിപ്പെടുന്നവളാ, തന്റെ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നവളാ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാ. അള്ളാഹു നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ കൂടപ്പുറപ്പുകൾ അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി ഈമാനോടുകൂടി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കൊറോണ രോഗം പിടിച്ചു കിടക്കുന്ന ദുആ ചെയ്യാൻ ഇങ്ങനെ പലരും വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവരുടെ ആഗ്രഹമാണ് ദുആ ചെയ്താൽ സ്വീകരിക്കണം. നമുക്കാണെങ്കിൽ പിന്നെ പെട്ടെന്ന് സ്വീകരിക്കണം. ചോദിച്ചത് കിട്ടിയില്ലെങ്കിൽ വലിയ ടെൻഷൻ. നമ്മളൊക്കെ VIP-കളാ. അപ്പൊ എല്ലാവർക്കും അള്ളാഹുവിനോട് ദുആ എല്ലാവരും ചെയ്യുന്നുണ്ട്, പക്ഷേ ദുആയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നല്ല കാര്യം പറഞ്ഞു തരാം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കണമെങ്കിൽ എളുപ്പ ഒരു വഴിയുണ്ട്. ദുആ ചെയ്യുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത, ബിസ്മി കൊണ്ട് തുടങ്ങിയ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ എത്ര പേരാ ഈ പ്രായമുള്ള ഉസ്താദന്മാരൊക്കെ ദുആ ചെയ്യുമ്പോൾ ബിസ്മി പറയും. നമ്മുടെ അത്തമാരൊക്കെ, പ്രായമുള്ള വാപ്പമാരൊക്കെ എന്ത് ചെയ്യും? ദുആ ചെയ്യുമ്പോൾ ബിസ്മി പറയും. ചിലർ ബാങ്ക് വിളിക്കുമ്പോഴും ബിസ്മി അറിയാറുണ്ട്. പക്ഷെ നമുക്കതിന്റെ വിലയറിയാതിട്ടാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ കരുണക്കടലായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ.
അള്ളാഹുവെ പടച്ചവനെ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ചവനെ നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ റബ്ബെ, ചെയ്തു പോയ പാപങ്ങളൊക്കെ നീ പുറത്തു തരണേ റഹ്മാനെ. കരുണക്കടലായ അള്ളാഹുവെ പടച്ചവനെ റബ്ബെ, ഞങ്ങൾക്ക് റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. കരുണക്കടലായ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ നീ ഗഫൂർ റഹീമാണല്ലോ തമ്പുരാനെ. എത്ര വലിയ പാപം ചെയ്താലും പുറത്തു തരാൻ കഴിവുള്ളവനാണല്ലോ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തുതാ അല്ലാഹ്, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തുതാ അല്ലാഹ്. പടച്ചവനെ ഈ മജ്ലിസിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സർവ്വ പാപങ്ങളും പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ പടച്ചവനെ. അല്ലാഹ് നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. ആട്ടി ഓടിക്കല്ലേ പടച്ചവനെ, ആട്ടി ഓടിക്കല്ലേ പടച്ചവനെ. പോകാൻ വേറെ ഒരു ഇടമില്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തുതാ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താ, നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ കവാടം തുറക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിന്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ലാഹ്. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കരുണക്കടലായ പടച്ച റബ്ബേ, അല്ലാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ പടച്ചവനെ. രോഗം തരുന്നവൻ നീയാ, അത് മാറ്റാൻ നിനക്കൊരു മരുന്ന് വേണ്ടല്ലോ പടച്ചവനെ. അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാഹ്, കാമിലായ ശിഫാ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ അല്ലാഹ്. അല്ലാഹ് നീ ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബേ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാഹ്. പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ സ്നേഹിക്കുന്നവർ മുഴുവനും, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ നോക്കി നോക്കി മടുത്തു മരിച്ചാ മതി എന്ന് പറഞ്ഞു ദുആ ചെയ്യുന്നത് വരെ നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാഹ്. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ. ഞങ്ങൾക്ക് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, എപ്പോൾ എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാഹ്. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഹക്കടപാടുകൾ തീർത്തു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അന്നത്തെ നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹുവേ 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവർ ഞങ്ങളും മരിച്ചതുപോലെ മരിക്കാൻ കൊതിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ. ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉഖ്റവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ സലീം ഉസ്താദ്, അതുപോലെ തന്നെ മുസമ്മിൽ ഉസ്താദ് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ സാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണേ പടച്ചവനെ. ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരനെ നീ സഹായിക്കണേ അല്ലാഹ്. സാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ പടച്ചവനെ. ഉസ്താദിന്റെ ഭാര്യയുടെ രോഗങ്ങളൊക്കെ മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, കമ്മിറ്റിക്കാർ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും നീ നല്ല മരണം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് സമയം ചിലവഴിച്ചുകൊണ്ട് ഉസ്താദ് ഞങ്ങളെ മറക്കല്ലേ, ദുആ ചെയ്യണേ എന്ന് കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് റഹ്മാനെ. എല്ലാവരുടെ മനസ്സ് നിനക്കറിയാമല്ലോ അല്ലാ. എല്ലാവരുടെ ആഗ്രഹം നിനക്കറിയാമല്ലോ അല്ലാ. നീ
അവരുടെ ഹലാലായ മുറാദുകൾ നീ സാധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ പടച്ചവനെ, അവരുടെ രോഗങ്ങൾ മാറ്റണേ പടച്ചവനെ, അവർക്ക് ജോലി നൽകണേ തമ്പുരാനെ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ പടച്ചവനെ, സാമ്പത്തിക ഞെരുക്കം മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ പരിപാടിയുടെ സംഘാടകർ നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അൻസാറിന്റെ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ, പാപങ്ങളെ സഹായിക്കുന്നവരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവർക്ക് താങ്ങും തണലും ഉപദേശവും എല്ലാമായി നിൽക്കുന്ന അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ ജോലിയിൽ നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. പ്രവാസികളെ നീ കൈവിടല്ലേ അല്ലാ, പ്രവാസികളെ നീ കൈവിടല്ലേ അല്ലാ. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ തമ്പുരാനെ. അവരുടെ കുടുംബങ്ങൾക്ക് നിന്റെ കാവൽ നൽകണേ തമ്പുരാനെ. സമാധാനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്ത് വല്ലാതെ രോഗം പടർന്നുകൊണ്ടിരിക്കുന്നു തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബേ. ഇതിനൊരു ശമനം താ പടച്ചവനെ. അല്ലാ, നിന്റെ പള്ളികളിൽ വന്ന് ഇബാദത്ത് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് താ അല്ലാ. ഇങ്ങനെ പോയാ ഈമാൻ നഷ്ടപ്പെട്ടു പോകും പടച്ചവനെ. മുനാഫിക്കീങ്ങളിൽ ജനങ്ങൾ പെട്ടുപോകുന്നു പടച്ചവനെ. ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. സ്വീകരിക്കണേ പടച്ചവനെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാനെ. ഒരാളെയും നീ കൈവിടല്ലേ പടച്ചവനെ, ഒരാളെയും നീ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഇഖ്ലാസോടുകൂടി പടച്ചവനെ ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ആയി ആ മക്കളെ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്കതിന്റെ പ്രതിഫലം കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, മുത്തുനബിയുടെ റൗളാ ശരീഫിന്റെ മുറ്റത്ത് ചെന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അവിടുത്തെ ശഫാഅത്ത് നൽകി ആദരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞാൻ ജോലി ചെയ്യുന്ന ഈ മഹല്ല് പടച്ചവനെ, ഇവിടുത്തെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവേ നീ എളുപ്പത്തിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ എളുപ്പത്തിലാക്കണേ അല്ലാ. നിന്റെ സഹായം നൽകണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണേ തമ്പുരാനെ. ജനങ്ങളെ നീ ഇതിലേക്ക് അടുപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവരെ, ഒരുപാട് പേര് ദുആ കൊണ്ട് ഉമ്മ മരിച്ചവർ, കൂടപ്പിറപ്പുകൾ മരിച്ചവർ, ഭർത്താവ് മരിച്ചവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു റബ്ബേ, നീ അവരുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. ഖബറുകൾ വിശാലമാക്കണേ തമ്പുരാനെ. രോഗികളായി കിടക്കുന്നവർക്ക് ശിഫാ നൽകണേ പടച്ചവനെ. ഐസിബിൽ കിടക്കുന്ന മൂസ എന്ന സഹോദരർക്ക് നീ ശിഫാ നൽകണേ അല്ലാ. ഉസ്താദേ, ഭാര്യ ഗർഭിണിയാണ്, ദുആ ചെയ്യാൻ പറഞ്ഞു പടച്ചവനെ. അല്ലാഹുവേ, സുഖപ്രസവം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പടച്ചവനെ സദഖ കൊടുത്തവർ, കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ, നിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. അവരുടെ പ്രവർത്തനങ്ങൾ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. നിന്റെ ഗൈബിയായ സഹായം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ലൈവ് ചെയ്യുന്നവ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. പടച്ചവനെ, ഇത്രയും സമയം ചെലവഴിച്ച് ഈ രാത്രി ഇവിടെ വന്ന ഞങ്ങളുടെ അവസാന സമയം നീ നന്നാക്കണേ അല്ലാ. പടച്ചവനെ, മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ നീ അത് ഉൾപ്പെടുത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ മഹല്ലിൽ വരാൻ കഴിയാതെ വീട്ടിലിരുന്നു കൊണ്ട് കേൾക്കുന്ന നൂറുകണക്കിന് പേരുണ്ട് തമ്പുരാനെ. എല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ. ഈ മഹല്ലിൽ നീ ഉത്തരമ നൽകണേ പടച്ചവനെ. ഐക്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പള്ളിക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനെ. നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ പടച്ചവനെ. ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ എല്ലാ പ്രയാസങ്ങളും നിനക്കറിയാം, നീ ശിഫയാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ നീ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹു ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. ഈ പറഞ്ഞതും കേട്ടതും ഇരുന്നതുമെല്ലാം നാളെ മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള വസ്തുക്കളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ പരിപാടി സംഘടിപ്പിക്കാൻ കാരണക്കാരായ ചെറുപ്പക്കാർ, അല്ലാഹു അവരുടെ ട്രസ്റ്റ്, അവരുടെ പ്രവർത്തകർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ തമ്പുരാനെ. അല്ലാഹു ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ തമ്പുരാനെ. ഓരോ ദിവസവും മുടങ്ങാതെ ഒരു ദിനം ഒരു ഹദീസ് കേൾക്കുന്ന ഒരുപാട് പേര് റബ്ബേ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും നൽകണേ തമ്പുരാനെ. പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ സ്വർഗം കണ്ടു മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാഹ്, ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാഹ്.